ഹലോ ഗൈസ്, നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് കനകക്കുന്നിലേക്കാണ്. ഞാൻ ശരിക്കും വിചാരിച്ച ഇവിടെ ഓണപരിപാടികളൊന്നും ഇല്ലാന്നാണ്. പക്ഷെ കനകക്കുന്ന് പാലസിൽ ഒരു എക്സിബിഷൻ നടപ്പുണ്ട്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ഇതവിടെയുള്ള കുടുംബശ്രീക്കാർ നടത്തിയ ചെണ്ടമേളാണ് കേട്ടോ. ഇത് കേരളത്തിന്റെ ഒരു റിച്വൽ ഡാൻസ് ആണ്. ഇതിന്റെ പേരാണ് തെയ്യം അല്ലെങ്കിൽ ചാവുവ മാസ് ഡാൻസ് എന്ന് പറയും. ഈ വീഡിയോ എന്റെ അമ്മയാട്ടോ എടുത്തത്, അതുകൊണ്ടാണ് തലയ്ക്ക് മുകളിൽ ഒരു വെളിച്ചം. അപ്പൊ നമുക്ക് ഗെയിം സെക്ഷനിലേക്ക് കിടക്കാം. ഇപ്രാവശ്യത്തെ ഓണപരിപാടിക്ക് അവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫ്രീ ആണ്, എല്ലാത്തിലും വേണമെങ്കിൽ പങ്കെടുക്കാം. അപ്പൊ ഞാൻ സുന്ദരിക്ക് പൊട്ടുതൊടുന്ന ഗെയിമാണ് ആദ്യം കളിച്ചത്. അപ്പം അവരെന്നെ കറക്കി കറക്കി വിടുന്നുണ്ട്, ഞാൻ എങ്ങോട്ടോ പോകുന്നുണ്ട്. ഞാനിത് കളിക്കുന്നതിന് മുമ്പേ അവിടെ നിന്ന് തന്നെ കറക്റ്റ് മെഷർമെന്റ് ഇങ്ങനെയായിരിക്കും, എന്റെ പൊക്കത്തിന് മുകളിൽ തന്നെ വെക്കണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ അവിടെ ചെന്ന് എല്ലാം പണി പളിയട്ടോ ഗൈസ്. അതിസാഹസികമായി ഞാൻ അതിന്റെ നെറ്റിയില ഒരു സൈഡിലേക്ക് വെച്ചു കൊടുത്തു. എന്തായാലും പൊട്ടുവെക്കുന്ന നെറ്റിയിലാണല്ലോ, അപ്പൊ ഞാൻ എന്തായാലും ജയിച്ചു ഈ കളിയിൽ. അടുത്തത് ഞാൻ കളിക്കുന്നത് എന്റെ ജന്മത്ത് കളിച്ചിട്ടില്ലാത്തൊരു കളിയാണ്. ഇതൊരു കയ്യാങ്കളിയാണ്. ആദ്യത്തത് ഒരു 10 കൊണ്ടില്ലെങ്കിലും 8 കൊണ്ടു. അടുത്തത് അയാൾ പറഞ്ഞു ഭയങ്കരമായിട്ട് വലിക്കാൻ. അങ്ങനെ ഞാൻ വലിച്ചു വിട്ടപ്പോൾ അവിടെ ചെന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്തു. ഈ കളിയിൽ ഞാൻ കളിച്ചില്ല കേട്ടോ, കാരണം ഒത്തിരി കുഞ്ഞിപ്പിള്ളേരെ നിപ്പുണ്ടായിരുന്നു. ഇതിന്റെ സൈഡിലായിട്ട് ഇതേപോലെ കുറേ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോ പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. കളറായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളൂ. ഇതിപ്പോ ക്ലാസ്സിലും ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എടുത്ത് കുടിക്കാൻ തോന്നും. ഗെയിംസ് കളിച്ച് ക്ഷീണമൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു മുളക് ബജിയും അമ്മ ഒരു കാബജിയും വാങ്ങിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ആ കാഴ്ച കണ്ടത്. മുടിയിൽ ഇങ്ങനെ ത്രെഡ് വെച്ച് പിന്നി കൊടുക്കും. പിന്നെ നമ്മുടെ മുടി ത്രെഡ് പോലെയാണല്ലോ. ഇപ്പൊ പിന്നെ എവിടെ നോക്കിയാലും ഇതുപോലെ ഫോട്ടോ എടുക്കാൻ കുറെ സെക്ഷൻസ് ഇങ്ങനെ കൊടുത്തിരിക്കും. ഈ കാണുന്നത് അതിവിചിത്രമായി മാട്രിമോണിക്കാരുടെ സൈക്കോളജിക്കൽ മൂവാണ്. ഈ ഊഞ്ഞാലിലിരുന്ന് ഫോട്ടോ എടുത്ത് ടാഗ് ചെയ്ത് ഇടുക. പിന്നെ ഞങ്ങൾ പോയത് ഈ ഒരു പെറ്റ് ഷോയിലാണ്. എവിടുന്നോ കൊണ്ടുവന്ന ഒരേ ഒരു ഒട്ടകം. അതിനെ ഇങ്ങനെ പെറ്റ് ഷോന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ ഒരാൾക്ക് 50 രൂപയാണ്. നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് അക്വേറിയം സെക്ഷനാണ്. അവിടെ ഇങ്ങനെ ഒരു മീനുണ്ട് കേട്ടോ. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേരൊന്നും എനിക്കറിയില്ല. കഴിക്കുന്ന മീനിന്റെ പേര് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഈ കിടക്കുന്ന മുതലിന് എന്താ വിലയെന്നറിയോ? 1,00,000 രൂപ വരെ പോകും. ഇതാണ് അരോവണ ഫിഷ്. ആ പാവം ഗോൾഡ് ഫിഷാണ് ഇതിനെ തിന്നാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ഇത് നേരത്തെ കണ്ടില്ലേ, അതിന്റെ വെള്ള കളറ്. ഇനി കുറച്ച് പക്ഷികളെ കാണാം ഗൈസ്. ആ ബെസ്റ്റ് ദേ പോണു. അന്ന ബയർ കിട്ടും. ഇതേതാ ഈ നീലക്ലീന്നായിരിക്കും. ഓ പാവ, അങ്ങ് കഷ്ടപ്പെട്ടങ്ങ് കൊത്തുവാ. ഇത് നമ്മുടെ എമുക്കുട്ടന്മാരാണ്. ഇതിന്റെ ഒരു ചവിട്ട് കൊണ്ടാ നമ്മുടെ കാര്യം കഥം. ഇതൊരു കോഴിയാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു അഹങ്കാരം അതിനില്ല. ക്രയോൺസിനെക്കാട്ടിലും കളർ അതിന്റെ പുറത്തുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു പാവം പെടക്കോഴി. ഈ കോഴിക്ക് എന്തൊരു മുടിഞ്ഞ ഗ്ലാമറാണെന്നറിയോ? അത്രയ്ക്കും ഭംഗിയുണ്ട് അതിനെ അടുത്ത് നിന്ന് കാണാൻ. പരദൂഷണം പറയുന്ന കുറച്ച് ഇണക്കുരുവികൾ. ഇതിനെ കാണാനൊരു മങ്കൂസിന്റെ ഒക്കെ ചായയുണ്ട്. എങ്ങോട്ടോ വായി നോക്കിയിരിക്കുക. ഇത് 2 കിടാവാണ് ഗൈസ്. ഇതിന്റെ അമ്മ എവിടെ നിന്ന് ഒരു പിടുത്തമില്ല. ഇനി ഇതാണോ ഇതിന്റെ അമ്മ? ഏയ്, ഇതായിരിക്കോ? അതോ കിടക്കുന്ന ഗൈസ്. ഇത്രയും ശാന്തനും സുമുഖനും സുന്ദരനുമായ ഒരു പട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരെണ്ണത്തിന് ഒരു കുലുക്കവും ഇല്ല. ഇതിന്റെ ചുറ്റിന് എത്ര പേരാണെന്നറിയോ ഫോട്ടോ എടുക്കാൻ. ഇതാണ് നിറം മാറുന്ന ഓന്ത്. ഇത് കാണുമ്പോൾ വിഷമം വരുന്നു ഗൈസ്. 1-2 തവണ ഞാൻ റാബിറ്റ് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഇന്നലെയും കൂടെ ഒരെണ്ണത്തിന് കൊന്നതേ ഉള്ളൂ. ഇത്രയും ഡിമാൻഡ് ഉള്ളതാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഓ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നേനെ. ഓ, എന്തൊരു ക്യൂട്ടാണ് ഇതിനെ കാണാൻ. മുള്ളിമ്പന്നിയുടെ ബന്ധുവാണെന്ന് തോന്നുന്നു. ആ കിടന്നിറങ്ങുന്ന കുരുപ്പിനെ കണ്ടില്ലേ, അതാണ് ഞാൻ. അവിടെ കണ്ടതിൽ വെച്ച് ഇവനാള് പുലിയാണ് കേട്ടോ. കുറേ നേരം ഞങ്ങളായിട്ട് ഒളിച്ചു കളിക്കായിരുന്നു. സാധാരണ ഞാൻ ഈ പാമ്പിനെയൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തോണ്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ എടുക്കാൻ നിന്നില്ല. ഇതാണ് മക്കാവോ. ഇതിനെ കയ്യിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കിളീനെ വാങ്ങാൻ 1,00,000 രൂപയാണ്. ഇത്തിപ്പോരേ ഉണ്ടെങ്കിലും ആള് ജഗജില്ലനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ ദേ ഉണ്ട് കുലുക്കി തക്കത്തൈ. അതിപ്പോ പറന്നു പോയി പൊട്ടുന്ന കാണാം ഗൈസ്. അതിനർത്ഥം അവൻ തോറ്റു എന്നാണോ? ഇതൊരു അഡാർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി എന്നെക്കാട്ടിലും മുന്നേ വന്ന കുട്ടിയുടെ പേരാണ്. അപ്പൊ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് വായിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ കനകക്കുന്ന് പോകണമെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ സംഭവമാണ്. ഇവർ ആദ്യം ഒരു പേപ്പർ തരും. അതിനകത്ത് കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് നോക്കി നമ്മളൊന്ന് വായിച്ചു നോക്കണം ആദ്യം. പിന്നെ ഇവര് റോളിംഗ് പറയുമ്പോൾ അവിടുത്തെ സ്ക്രീനിൽ നമ്മൾ എന്താണോ വായിച്ചത് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു ചെറിയ പേടിയും വിറയലും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ ജനങ്ങൾ നിൽപ്പുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഒരു മൈക്ക് തരും ഡ്രസ്സിൽ വെക്കാനായിട്ട്. ഞാനത് താഴെയിട്ട് ഗൈസ്. നീ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇതാണല്ലേ.
നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ ഡോക്ടർ ശ്രുതി. പ്രധാന വാർത്തകൾ. തലസ്ഥാന നഗരം ഓണാഘോഷ ലഹരിയിൽ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് കനകക്കുന്നിൽ തുടക്കമായി. മലയാളികളുടെ സ്വീകരണ മുറിയിലെ നിറസാന്നിധ്യമായ ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണത്തിന്റെ 30ാം വർഷത്തിലേക്ക് 3 പതിറ്റാണ്ടിന്റെ നേർസാക്ഷ്യം. യൂട്യൂബിൽ 1 കോടി സബ്സ്ക്രൈബേഴ്സ് എന്ന ചരിത്ര നേട്ടവുമായി ഏഷ്യാനെറ്റ് ന്യൂസ്. അങ്ങനെ ന്യൂസ് വായിച്ച ക്ഷീണത്തിൽ എനിക്ക് BP കൂടിയില്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് BP കൂടിയൊന്ന് ചെക്ക് ചെയ്യാൻ പോയി ഗൈസ്. എല്ലാം പക്കാ നോർമൽ ആയതുകൊണ്ട് ഞങ്ങൾ പഴംപൊരി ബീഫ് കട്ടൻ്റെ എടുത്തു. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഈ കാണുന്ന റോസ് മിൽക്ക് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ കാണുന്നത് നൊങ്കിൻ്റെയും വാട്ടർമെലോൺ ജ്യൂസിൻ്റെയും അതുപോലെ മിക്സഡ് ഫ്രൂട്ടിൻ്റെയും ജ്യൂസാണ്. ഞങ്ങൾ നൊങ്ക് ചോദിച്ചപ്പം അതവിടെ അപ്പം തീർന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ മിക്സഡ് ഫ്രൂട്ട് വാങ്ങിച്ചു. ഗൈസ്, ഇങ്ങനെ നിന്ന് കുടിക്കുന്ന വീഡിയോ മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ ഗൈസ്. അന്യായ ടേസ്റ്റ്. പിന്നെ കള്ളനോട്ടം, അത് പണ്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഈ കഴിച്ചതൊക്കെ തിരിച്ചു പോകാനായിട്ട് കുറേ ദൂരം ഇതൊക്കെ നോക്കി നോക്കി നടന്നു. ഇതൊരു ഹാലോ ഹബ് എന്ന് പറയുന്ന ഒരു സ്റ്റോളാണ്. ലൈവായിട്ട് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രെയിം ആക്കി, അല്ലെങ്കിൽ ഇതേപോലെ പോളറോയിഡ് പിക്ചേഴ്സ്, അല്ലെങ്കിൽ പിന്നെ ഈ ചോക്ലേറ്റ് റാപ്പേഴ്സിലൊക്കെ അതിൻ്റെ പുറത്തിങ്ങനെ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചു തരും. ഞാനൊന്ന് വാങ്ങിച്ചിരുന്നു, അത് ഞാൻ ഈ വീഡിയോന്റെ അവസാനം കാണിക്കാം കേട്ടോ. ഇതുപോലെ കുറെ ചെരുപ്പ് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഇതൊക്കെ ഫുഡ് സ്റ്റാളിനുള്ളിൽ വെച്ചേക്കുന്ന സാധനങ്ങളാട്ടോ. ഓ, ഈ കൊച്ചിന്റെ തലകാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് ഓരോ ഹെർബൽ ടീ ആണ്. ജിഞ്ചർ ടീ, ശംഖുപുഷ്പം ടീ, മസാല ടീ, ഹിബിസ്കസ് ടീ. എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ ഗൈസ്. എൻ്റെ അമ്മയെ കണ്ടുകിട്ടി ഗൈസ്. കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ. സുടുസുടാ സുടും ദോശ. എൻ്റെ അമ്മയ്ക്ക് ദോശ കഴിക്കാൻ പെട്ടെന്നൊരു പൂതി വന്നു ഗൈസ്. എന്നാ പിന്നെ ചേച്ചിയോട് 2 ദോശ അങ്ങ് ചൂടാൻ പറഞ്ഞു. അപ്പുറത്തവന്റെ പാത്രത്തിൽ നോക്കിയപ്പം ഒരു ഓംലെറ്റ്. എന്നാ പിന്നെ അതും പോരട്ടെ 2 എണ്ണം. ഒരു നിമിഷം ഞങ്ങൾ സ്ഥലകാലബോധം മറന്നു ഗൈസ്. ഇങ്ങനെ കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒട്ടനവധി ചെടികളുണ്ട് ഗൈസ്. പക്ഷെ ഞാനെടുത്ത ക്ലിപ്പൊക്കെ എവിടെ പോയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതെനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഞാൻ ഇതിനകത്ത് കയറത്തില്ല. ഇതിൽ ഞാൻ കയറും. ഇതാവുമ്പോ പിന്നെ കറങ്ങി കറങ്ങി നിന്നോളൂ. ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടമായി, പക്ഷെ വലിയവർക്കില്ല. ഇതൊക്കെ വലിയവർക്കും കൂടി വെച്ചിരുന്നെങ്കിൽ ഞാൻ കയറിയ. കഥാപ്രസംഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്കപ്പോ വീട്ടിൽ പോവാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഇപ്പൊ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് അവർ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ കുറച്ച് പങ്കെടുപ്പിക്കാനുള്ള കുറച്ച് ഗെയിംസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാനൊരു കടയിൽ നിന്ന് പോളറോയിഡ് ഫോട്ടോസ് ഞാൻ വാങ്ങിച്ചിരുന്നു. ലൈവായിട്ട് ഫോട്ടോ എടുക്കുന്നതിന് അവിടെ 20 രൂപയും നമ്മൾ സാധാരണ പോളറോയിഡ് ഫോട്ടോ എടുക്കുന്നതിന് അവിടെ 10 രൂപയാണ്. ഈ 4 ഫോട്ടോസാണ് ഞാൻ ആക്ച്വലി എടുത്തത്. അപ്പോൾ അവിടെ ഈവൻ നമ്പേഴ്സിൽ വേണം നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ട്. ശരിക്കും ഇത് ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാം ഈ ഫോട്ടോസ് ഒക്കെ. ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തേക്കുന്നത്. സോ ആ കടയിൽ ഭയങ്കര തിരക്കാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് അവിടെ പോയി ഇങ്ങനത്തെ ഫോട്ടോസ് ഉണ്ട്. അതുപോലെ ഫ്രെയിംസ് ഒത്തിരി ഉണ്ട്. പിന്നെ അതുപോലെ കീ ചെയിൻസ്, അതുപോലെ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിട്ടില്ലേ, ഇങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ പുറത്ത് നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നല്ല രസമാണ്. സോ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു കിഡിലൻ കടയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഹാലോ ഹബ് ആണ്. ഇവർക്ക് ഇൻസ്റ്റയില് പേജ് ഉണ്ട്. സോ ഞാനത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. ഗൈസ്, ഞാനൊരു സാധനം വാങ്ങിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ വേസ്റ്റ് ഓഫ് മണി അല്ലേ എന്ന്. പക്ഷെ അല്ല, ഞാൻ എന്താന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം. കാണുന്നുണ്ടോ? പ്ലാസ്റ്റിക് അല്ല, ഇത് വേറെ എന്തോ ഒരു മെറ്റീരിയൽ ആണ്. പക്ഷെ ശരിക്കും ഇത് ഒറിജിനൽ പൂ പോലെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ മുല്ലപ്പൂവിന്റെ വില. ഇപ്പോഴത്തെ മുല്ലപ്പൂവിന് 1 മുഴത്തിന് 100 രൂപയാണ്. ഓക്കെ, സോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ലാഭമാണ്. ഇത് 30 റുപ്പീസ് ആണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ലോങ് ചെയിൻ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. അപ്പോ ഇത് ആക്ച്വലി ഇവിടെ വന്നിട്ട് ബ്ലാക്ക് കളർ ആയിരുന്നു. പക്ഷെ എനിക്ക് ബ്ലാക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ച് ഈ സിൽവർ ചെയിൻ ആക്കി വാങ്ങിച്ചതാണ്. സോ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നതും ഇതുപോലെ ഒരു ചെയിൻ തന്നെയാണ്. എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ ചെയിൻ വാങ്ങിച്ചതെന്ന്. പക്ഷെ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ വാങ്ങുമ്പോഴത്തേക്കും ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കും. ലൈക്ക് എന്താണ്, എപ്പോഴെങ്കിലും എല്ലാം ഒത്തുചേരുമ്പോൾ ഞാൻ ഈ സാധനം എടുത്ത് പ്രയോഗിക്കും. അതുപോലെയാണ്. അപ്പോ ഞാൻ അടുത്ത വാങ്ങിയ ചെയിൻ ഇതാണ്. എന്റെ മുടിക്ക് വെച്ച് കാണിച്ചു തരാം. അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കണ്ടോ,
ഈ ഒരു ചെയിനാണ്. അതിൽ ഒത്തിരി അധികം സാധനം അവിടെ ഉണ്ട്. നമുക്കിങ്ങനെ കണ്ട് കണ്ട് നടക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താ ഒരു ആന കരിമ്പങ്കാട്ടിൽ ചെന്നാൽ എങ്ങനെ ഉണ്ടാവും അതേ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ശരിക്കും എല്ലാം വാങ്ങിച്ചു കൂട്ടണമെന്നുണ്ട്, പക്ഷെ അത് പറ്റില്ല എന്നറിയാലോ. സോ ഞാൻ ഇത്രയധികം സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചുള്ളൂ, ബാക്കിയെല്ലാം കഴിക്കാനൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഈ വരുന്ന സെപ്റ്റംബർ 22 വരെ അവിടെ ഉണ്ടാവും. അപ്പോ അതിനു മുന്നേ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈവനിങ്, അതായത് കുറച്ച് രാത്രി പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ കുറച്ച് ഈവനിങ് ആണ് പോയത്, ലൈക്ക് ഒരു 5 o'clock ഒക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പൊ ഫുള്ളി ലൈറ്റ്സ് ഒന്നും ഓൺ അല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ എല്ലാ ലൈറ്റ്സ് ഇട്ടു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ കുറച്ചും കൂടി രാത്രിയായിട്ട് പോവുക. ശരിക്കും ഒരു ഓട്ടപ്രദർശനം ആവരുത്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഓരോന്ന് എൻജോയ് ചെയ്ത് കുറെ ഫോട്ടോസ് എടുക്കുക. ലൈക്ക് ആ ഒരു ഫോട്ടോസ് മാത്രമാണ് നിങ്ങളുടെ ലോങ് വ്യൂവിൽ നിങ്ങൾ കാണുന്ന ഒരു മെമ്മറി എന്ന് പറയുന്നത് ആ ഫോട്ടോസ് മാത്രമാണ് അല്ലെ. അപ്പൊ വീഡിയോസ് എടുക്കാൻ നോക്കുക, ലൈക്ക് ഒരു ലൈവ് പിന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഇതൊക്കെ കാണാനായിട്ട്. നമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെമ്മറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ ഗൈസ്, സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. Bye.